കർഷകർ പ്രതിസന്ധിയിൽ. ഹൈറേഞ്ചിലെ അത്യുഷ്ണത്തിൽ കൃഷിനാശം രൂക്ഷം. എന്നാൽ ഏലം വില കുതിച്ചുയരുകയാണ്. എന്നാൽ ആവശ്യത്തിന് ചരക്കില്ലാത്തതിനാൽ വിലവർധനയുടെ പ്രയോജനം നേടാനാവാതെ കർഷകർ വലയുകയാണ്. പുറ്റടി സ്പൈസസ് പാർക്കിൽ നെടുങ്കണ്ടം ഹീഡർ സിസ്റ്റം ഓൺലൈൻ ലേലത്തിൽ 1 കിലോ ഏലത്തിന്റെ വില 3050 രൂപയിലും ശരാശരി കിലോയ്ക്ക് 1925 രൂപയുമായി ഉയർന്നിരുന്നു. കച്ചവടക്കാരുടെയും കർഷകരുടെയും കയ്യിൽ സ്റ്റോക്ക് കുറഞ്ഞതിനാൽ വരും ദിവസങ്ങളിലും വില കൂടുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഏലം കൃഷിയുള്ള ഇടുക്കി ജില്ലയിലെ 70% ഏലം കൃഷിയും കൊടുവേനലിൽ കരിഞ്ഞുണങ്ങി. നേരിട്ട് വെയിൽ ബാധിക്കാത്ത ഏലം കൃഷി ഏറെയുള്ള ഉടുമ്പൻചോല മേഖലയിൽ മാത്രമാണ് വേനലിൽ നാശങ്ങൾ ബാധിക്കാത്തത്. മുൻ വർഷങ്ങളെക്കാൾ 3-4 ഡിഗ്രി സെൽഷ്യസ് അധിക ചൂടാണ് അനുഭവപ്പെടുന്നത്. എല്ലാ ദിവസങ്ങളിലും വെള്ളം പമ്പ് ചെയ്യുന്നതിനാൽ തോട്ടങ്ങളിലെ ജലസ്രോതസ്സുകളും വറ്റി. ഒരു ഏലം ചെടിക്ക് 40 ലിറ്റർ വെള്ളം വരെ ഒരാഴ്ച വേണം. വൻകിട തോട്ടങ്ങളിൽ സ്പ്രിംഗ്ലർ സ്ഥാപിച്ചാണ് നനയ്ക്കുന്നത്. ഏലച്ചെടികൾ സംരക്ഷിക്കുന്നതിന് ഭൂരിഭാഗം ചെറുകിട കർഷകരും ഉപയോഗിക്കുന്നത് പടുതാക്കുളങ്ങളിലെ വെള്ളമാണ്. അത് വറ്റിയതാണ് തിരിച്ചടിയായത്. കരിഞ്ഞുണങ്ങിയ ഏലത്തിന്റെ റീപ്ലാന്റിംഗ് ഏക്കറിന് 3 ലക്ഷം രൂപയാണ് ചിലവ്. റീപ്ലാന്റ് ചെയ്താലും ഉൽപാദനം ലഭിക്കാൻ 2 വർഷത്തോളം എടുക്കും. സാധാരണക്കാരായ കർഷകരുടെ ദുരിത കാഴ്ചയാണ് കൃഷിയിടങ്ങളിൽ കാണുന്നത്.